അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനുസ്തുതി പാടിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനുസ്തുതി പാടിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയിടാം. ഓഗസ്റ്റ് മാസം 29-ാം തീയതി കേരള ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ ഒരു ദിവസമാണ്. നമ്മുടെ കൂടെ വസിച്ച് നമ്മിൽ നിന്നും അൾത്താരയിലേക്ക് എടുക്കപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധ യൂപ്രാസ്യാമ്മയുടെ തിരുനാൾ സഭ ആഘോഷിക്കുന്ന ദിവസമാണ്. സ്വർഗത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഈ ഭാഷയിൽ നമ്മുടെ വികാരവിചാരങ്ങൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ അടുത്ത് സംസാരിച്ച് അനുഗ്രഹങ്ങൾ ചോദിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഈ അമ്മയുടെ മാധ്യസ്ഥം ഈ കുർബാനയിൽ നമുക്ക് ചോദിക്കാം. ഈ അമ്മയോട് ചേർന്ന് നമ്മുടെ എല്ലാവരെയും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെ കുടുംബവും നമുക്ക് മാത്രം അറിയാവുന്ന കുടുംബത്തിൻ്റെ എല്ലാ വേദനകളും അസ്വസ്ഥതകളും മക്കളെക്കുറിച്ചുള്ള ആകുലതകളും നമ്മളുടെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയുടെ മണിക്കൂറുകളും അമ്മയുടെ മാധ്യസ്ഥം വഴി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോളിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വേണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തനപ്പെടുത്തണമേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തിൽ പങ്കുചേർന്ന സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധ യുവപ്രാസിയെ ഞങ്ങൾ ഇന്ന് അനുസ്മരിക്കുന്നു. വിശുദ്ധയെ പോലെ ജീവിതത്തിലും മരണത്തിലും അങ്ങേക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തി സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധയുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ് എന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവരും പാരം സ്തുതിനുമെന്നും അനവധിൻ മമനാദാനിൻ മഹിമയ്ക്കളവിൽ അലിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ നന്ദി പറയുവാൻ ഞങ്ങൾ മറന്നു പോകുന്നതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമീകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനാം
സർവേശ പരിപാവനനാ ബലവാനേ പരിപാവനനാ ആമത്തിനേ നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ എന്റെ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും ആമേൻ. അമ്പനമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യായേവു പ്രാസ്യാദൻ നിർമ്മലമാകൂ മനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തക്കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യനായേവു പ്രാസ്യാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യനേവ്യ പ്രാസ്യാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യനായേവു പ്രാസ്യാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ഓരോരുത്തരുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. സഹോദരരെ, അവസാനമായി ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും മുന്നേറുവിൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം.
നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസൽമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആത്മാവൊരു വെൺപ്രാവ് പോലെ തിരുവചനത്തിൻ ഒലിവിലയേന്തി ചിറകടിച്ചിവരിൽ പറന്നിറങ്ങിടാ ഹൃദയജാലകം തുറന്നു നിൽപ്പൂ. ആത്മാവൊരു വിപ്രാവു പോലെ തിരുവചനത്തിൻ ഒലിവിലയേന്തി ചിറകടിച്ചിവരിൽ പറന്നിറങ്ങിടാ ഹൃദയജാലകം തുറന്നിടുന്നു. ജീവിതമാം പെട്ടകത്തിൽ യാത്രികരാം ഞങ്ങൾ ആശയേകും തിരുവചനം കാത്തു കാത്തു നിൽപ്പൂ. ജീവിതമാം പെട്ടകത്തിൽ യാത്രികരാം ഞങ്ങൾ ആശയേകും തിരുവചനം കാത്തു കാത്തു നിൽപ്പൂ. വചനം ആ വചനം ആശയേറും വചനം വചനം ദൈവവചനം ശാന്തിയേകും വചനം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 10-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ. സെബെദീപുത്രന്മാരായ യാക്കോബ് യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ. യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾക്ക് കഴിയുമെന്നവർ മറുപടി പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എൻ്റെ വലത്തുവശത്തോ ഇടതുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല, അത് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. യേശു അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
കുർബാനയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് കേരള സഭ അഭിമാനം കൊള്ളുന്ന ദിവസമാണ്. വിശുദ്ധ അൽഫോൻസ്, വിശുദ്ധ യൂപ്രാസ്യാമ്മയുടെ തിരുനാള് നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. ആരായിരുന്നു സിസ്റ്റർ യൂപ്രാസ്യ എന്നുള്ളത് ചെറിയൊരു സംഗ്രഹം നമുക്ക് ശ്രവിക്കാം. എലവത്തിങ്കൽ അന്തോണിയുടെയും കുഞ്ഞേത്തിയുടെയും മകളായി 1877 ഒക്ടോബർ മാസം 17-ാം തീയതി കാട്ടൂർ ഗ്രാമത്തിലെ റോസ എന്ന യൂപ്രാസ്യ പിറന്നു. 3 സഹോദരങ്ങളും ഒരു ഇളയ സഹോദരിയുമാണ് റോസയ്ക്കുണ്ടായിരുന്നത്. ഇളയ സഹോദരി തീരെ ചെറുപ്രായത്തിൽ തന്നെ ഗലോഹവാസം വെടിഞ്ഞു. സമ്പദ് സമൃദ്ധിയുടെയും സമുദായത്തിലെ ഉന്നത സ്ഥാനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിച്ച് വളർന്നു വന്ന കുഞ്ഞു റോസായുടെ ഹൃദയം ദൈവത്തിനായുള്ള ദാഹത്താൽ തീഷ്ണമായിരുന്നു. ഇതിന് ഉത്തമമായൊരു തെളിവാണ് തൻ്റെ 9-ാം വയസ്സിൽ തന്നെ നിത്യകന്യാത്വം അവൾ ഈശോയ്ക്ക് നേർന്നത്. ഒത്തിരിയേറെ പ്രതിസന്ധികളെ മറികടന്ന് തീഷ്ണമായ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ശക്തിയാൽ പ്രിയപ്പെട്ടവരുടെ അനുവാദത്തോടുകൂടി കർമ്മലീത്ത സഭയിലെ ബോർഡിങ്ങിൽ അവൾ അംഗമായി ചേരാൻ സാധിച്ചു. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാൽ സ്ഥാപിതമായ കൂനമ്മാവ് മഠത്തോട് ചേർന്നുള്ള ബോർഡിങ്ങിലായിരുന്നു റോസയെ ചേർത്തത്. അക്കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് നന്മ നിറഞ്ഞ ജീവിതത്തിനായുള്ള പരിശീലനം ലഭിക്കുന്ന ഏറ്റവും സമുന്നതമായ ഒരിടമായിരുന്നു ഈ ബോർഡിംഗ് സ്കൂൾ. പുണ്യാഭ്യാസനങ്ങളും നല്ല മാനുഷിക ക്രിസ്തീയ പരിശീലനവും ഒപ്പം കൈവേലകളും ഈ ബോർഡിംഗ് ജീവിതകാലത്ത് അർത്ഥിനികളെ പരിശീലിപ്പിച്ചു പോന്നു. രൂപതകളുടെ പുനഃക്രമീകരണം നടത്തിയപ്പോൾ തൃശൂർ, എറണാകുളം, ചങ്ങനാശ്ശേരി എന്നീ 3 രൂപതാ ഘടകങ്ങൾ ഉളവാകുകയും ഇതിൽ കൂനമ്മാവ് എറണാകുളം രൂപതയുടെ കീഴിൽ വരികയും ചെയ്തു. തൃശൂർ രൂപതയുടെ ആദ്യ തദ്ദേശീയ ബിഷപ്പായ ജോൺ മേനാച്ചേരി പിതാവ് തൃശൂർ രൂപതയിൽപ്പെട്ട സന്യാസിനികളെയും സന്യാസാർത്ഥികളെയും കൂനമ്മാവിൽ നിന്ന് കൊണ്ടുവന്ന് അമ്പഴക്കാട് വിശുദ്ധ ഔസേപ്പിതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായ പുതിയ മഠത്തിൽ ഇവരെ പാർപ്പിച്ചു. ഇവിടെ വച്ചാണ് 1897 മെയ് മാസം 10-ാം തീയതി കുഞ്ഞു റോസ ഈശോയുടെ തിരുഹൃദയത്തിന്റെ യുവപ്രാസ്യ എന്ന നാമധേയം സ്വീകരിച്ച് സന്യാസ ശിരോവസ്ത്രം ഏറ്റുവാങ്ങിയത്. ദൈവ തിരുമനസ് കണ്ടെത്താനും അത് പൂർണ്ണമായി നിറവേറ്റാനുമുള്ള ശ്രദ്ധ ചെറുപ്രായം മുതലേ ഏകാന്ത പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് യുവപ്രാസ്യാമ്മ വളർത്തിയെടുത്തു. ബോർഡിങ്ങിലായിരുന്ന കാലഘട്ടത്തിൽ നിരവധി അസുഖങ്ങളാൽ പീഡിതയായപ്പോഴും അവൾ പ്രാർത്ഥനയിൽ ആശ്രയം കണ്ടെത്തി. ഒരുപക്ഷെ വീട്ടിലോട്ട് തിരിച്ചു വരേണ്ട വിധം ഗുരുതരമായ രോഗാവസ്ഥയിൽ തിരുക്കുടുംബം അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ ബോർഡിംഗ് മാസകാലത്ത് അത്ഭുതകരമായ രോഗമുക്തി നൽകുകയുണ്ടായി. ഈ ദർശനത്തിൻ്റെയും രോഗശാന്തിയുടെയും വിവരണങ്ങൾ അവളെ മഠത്തിൽ നിലനിർത്തുവാനുള്ള കാരണങ്ങളായി അന്നത്തെ മദറായ സിസ്റ്റർ ആഗ്രസ് ജോൺ മേനാച്ചേരി പിതാവിന് എഴുതി അയച്ചിട്ടുണ്ട്. യവപ്രാസിയുടെ ആത്മീയ ജീവിതത്തിൽ നിയന്താവും മാർഗനിർദ്ദേശകനുമായി ജോൺ മേനാച്ചേരി പിതാവ് മാറിയതിൻ്റെ തുടക്കം ഈ വിവരണങ്ങളിൽ നിന്നുമായിരിക്കാം എന്ന് കരുതപ്പെടുന്നു. 1898 ജനുവരി മാസം 10-ാം തീയതി മേനാച്ചേരി പിതാവിൽ നിന്നും സിസ്റ്റർ യൂപ്രാസ്യ കർമ്മലീത്ത സഭയുടെ തിരുവസ്ത്രം ഏറ്റുവാങ്ങി. അങ്ങനെ സവിശേഷ വിധം ഈശോയുടെ മണവാട്ടിയായി തീർന്ന അവൾ അനുദിനം ദിവ്യ മണവാളനോടുള്ള വ്യക്തിപരമായ സ്നേഹത്തിൽ ആഴപ്പെട്ട് വളർന്നു വന്നു. 1990 മെയ് മാസം 24-ാം തീയതി ഒല്ലൂരിൽ സെന്റ് മേരീസ് മഠം സ്ഥാപിക്കപ്പെട്ടപ്പോൾ മറ്റ് സിസ്റ്റേഴ്സിനോടൊപ്പം യൂപ്രാസ്യാമ്മയും അമ്പഴക്കാട്ട് നിന്ന് പുതിയ മഠത്തിലേക്ക് അയക്കപ്പെട്ടു. നിരന്തരമായ പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും മുഴുകി ജീവിതം ചെലവഴിച്ചു. 1904 മുതൽ 1910 വരെയുള്ള വർഷങ്ങളിൽ യൂപ്രാസ്യ നവസന്യാസികളുടെ ഗുരുനാഥയും ഒല്ലൂർ സെന്റ് മേരീസ് മഠത്തിന്റെ അസിസ്റ്റന്റ് സുപ്പീരിയറുമായി സേവനമനുഷ്ഠിച്ചു. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പലരും അവർ ഏറ്റുവാങ്ങിയ അനിതര സാധാരണമായ ദൈവാനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ഔദ്യോഗികമായി നവസന്യാസം ഒല്ലൂരിൽ ആരംഭിച്ചപ്പോൾ അന്നത്തെ നവസന്യാസ ഗുരുനാഥിയായി നിയമിക്കപ്പെട്ടത് വിശുദ്ധ യൂപ്രാസിയായിരുന്നു. മറിയം ത്രേസ്യ ഈ കാലയളവിലാണ് തൻ്റെ ദൈവവിളി തിരിച്ചറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒല്ലൂർ മഠത്തിൽ വന്നത്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ പ്രാഥമിക സന്യാസ പരിശീലനത്തിന് സഹായിച്ചത് യൂപ്രാസിയായിരുന്നു. അങ്ങനെ 2 വിശുദ്ധാത്മാക്കൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് കുറച്ചു കാലം അവിടെ ചെലവഴിച്ചു. 1913 മുതൽ 16 വരെയുള്ള കാലയളവിൽ സെന്റ് മേരീസ് ഒല്ലൂർ മഠത്തിന്റെ മഠാധ്യാപികയായി യൂപ്രാസ്യ നിയമിക്കപ്പെടുകയും നിസ്തുലമായ രീതിയിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം അവൾ നിർവഹിക്കുകയും ചെയ്തു. സ്നേഹവും കരുണയും നിറഞ്ഞ ശുശ്രൂഷകളിലൂടെ ദിവ്യകാരുണ്യത്തിൽ നിന്നും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും പരിശുദ്ധ അമ്മയോടുള്ള സവിശേഷ ഭക്തിയും വഴി എല്ലാവർക്കും സ്നേഹം പകർന്നു നൽകി.
1952 മരിക്കുന്ന കാലം വരെയും യവപ്രാസ്യം മറ്റു ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിച്ചിട്ടില്ല എന്നതാണ് ചരിത്രത്തിലൂടെ മനസ്സിലാവുക. എളിമയിലും ദാരിദ്ര്യാരൂപിയിലും വിശുദ്ധിയിലും അനുനിമിഷം വളർന്ന് ദൈവഹിതം അന്വേഷിച്ച് അത് നിറവേറ്റുന്നതിൽ യവപ്രാസ്യമ്മ അതീവ ശ്രദ്ധാലുവായിരുന്നു. അവളുടെ ജീവിതം മുഴുവൻ നിരന്തരമായ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും പരിത്യാഗവും നിറഞ്ഞതായിരുന്നു. ദിവ്യമണവാളനായ ഈശോയെ സ്നേഹിക്കുന്നതിൽ, ഈശോയെ പ്രസാദിപ്പിക്കുന്നതിൽ സകല സംതൃപ്തിയും അവൾ കണ്ടെത്തി. യവപ്രാസ്യമ്മയുടെ പ്രാർത്ഥന ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെയും ഏറെ സഹായിച്ചിട്ടുണ്ട്. ശുദ്ധീകരണ ആത്മാക്കൾ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥന ചോദിക്കുന്നതും അവർക്ക് വിടുതൽ ലഭിച്ചതുമായ സാക്ഷ്യങ്ങൾ അമ്മയുടെ കൈയെഴുത്ത് പ്രതികളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 75 വർഷം നീണ്ടുനിന്ന ഇഹലോകവാസം പൂർത്തിയാക്കി പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന് വിളിക്കപ്പെട്ടിരുന്ന യവപ്രാസ്യമ്മ ഒല്ലൂർ മഠത്തിൽ വെച്ച് 1952 ഓഗസ്റ്റ് മാസം 29 തീയതി ദിവ്യമണവാളന്റെ വിളി സ്വീകരിച്ച് ഇഹലോകവാസം വെടിഞ്ഞു. മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന വാഗ്ദാനം യവപ്രാസ്യമ്മയുടെ അധരപുടങ്ങളിൽ നിന്ന് തന്നെ അനവധി തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. മരിച്ചാലും മറക്കാതെ തൻ്റെ അടുത്ത് കബറിടത്തിനരികിൽ ആവശ്യങ്ങളുമായി കടന്നെത്തിയ ദൈവമക്കൾക്ക് ഈശോയിൽ നിന്ന് ദൈവാനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും മാധ്യസ്ഥ ശക്തിയാൽ നേടിക്കൊടുത്തു. തീർത്തും ഒളിക്കപ്പെട്ട സാധാരണ ജീവിതം നയിച്ച വിശുദ്ധ സന്യാസിനിയുടെ ജീവിതം അങ്ങനെ ചുറ്റുപാടുകളും ലോകവും അറിഞ്ഞു. താൻ അംഗമായിരുന്ന CMC സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനായ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയോടൊപ്പം യവപ്രാസ്യയെ വിശുദ്ധയായി 2014 നവംബർ മാസം 23 തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ നാമകരണം ചെയ്തു. എളിമയാലും വിനയത്താലും ആഴമായ ദൈവസ്നേഹത്താലും നിറഞ്ഞ ജീവിതം യവപ്രാസ്യമ്മ നമ്മുടെ എല്ലാ ജീവിതങ്ങളെയും സ്വാധീനിക്കട്ടെ. യവപ്രാസ്യമ്മ താമസിച്ച മഠത്തിലും യവപ്രാസ്യമ്മയുടെ ജീവിതചര്യകളിൽ ഉപയോഗിച്ച വസ്തുക്കളിലും ഞാൻ കടന്നുപോയിട്ടുണ്ട്. തീർത്തും ലളിതമായ ജീവിതം. ഇപ്പോൾ ലോകം മുഴുവൻ പൗരോഹിത്യത്തിനും സന്യാസ ജീവിതത്തിനും സന്യാസിനി അർത്ഥികൾക്കുമൊക്കെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. മാധ്യമങ്ങൾ വളരെ വിമർശനാത്മകപരമായി ഞങ്ങളെ സംസാരത്തിലൂടെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ യവപ്രാസ്യമ്മയുടെ ജീവിതം തീർത്തും വെല്ലുവിളിയാണ്. ഒത്തിരിയേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന ഒരമ്മ എന്ന് ഈ അമ്മയെ വിളിക്കുന്നത്. എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന. അതുകൊണ്ടാണ് ഞാൻ വായിച്ച ഈ ജീവിത സംഗ്രഹത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ കണ്ടതാണ്, മരിച്ചാലും മറക്കില്ലാട്ടോ. അതാണ് ഒരുപാട് പേരെ ഈ അമ്മയിലേക്ക് സ്വാധീനിച്ചത്. സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലൊരമ്മ. ഈ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ചോദിക്കാം. നമുക്കും ഈ അമ്മയിൽ നിന്ന് പ്രാർത്ഥനാ ചൈതന്യം ഉൾക്കൊള്ളാം. കറോസൂസ പ്രാർത്ഥന. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവ് ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ മേലധികാരികൾ അങ്ങേ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്ര തലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭാധ്യക്ഷന് പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും സഭാധ്യക്ഷന്മാരേവരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധിതന്നെയായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായെ അനുകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച
വിശുദ്ധ യവപ്രാസി അമ്മയെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും മിശിഹായ്ക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച് വിശുദ്ധിയുടെ പരിമളം പരത്തുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളെ മാലിന്യം തുടച്ചേക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ ഈശോയെ, ഒരുപാട് കുറവുകളോടും ബലഹീനതകളോടും കൂടെ ബലിപീഠത്തിന്റെ മുന്നിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ. കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങളുടെ കഷ്ടപ്പാടും കണ്ണീരും പരാതികളും സങ്കടങ്ങളും കുടുംബത്തിന്റെ അസ്വസ്ഥതകളും ജീവിക്കാനുള്ള തത്രപ്പാടുകളും എല്ലാം ചേർത്ത് വയ്ക്കുകയാണ്. അങ്ങയുടെ ഇടപെടലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന അമ്മയായ വിശുദ്ധ യവപ്രാസി അമ്മേ, സ്വർഗത്തിലിരുന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അതിൽ വസിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി, പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്ക് വേണ്ടി, വിദേശങ്ങളിൽ പോകാനും വിദേശങ്ങളിലായിരിക്കുന്നവർക്കും, പലായനം ചെയ്യപ്പെടുന്ന മനുഷ്യർക്ക്, യുദ്ധഭൂമിയിലൂടെ കടന്നു പോകുന്നവർക്ക്, ഭീകരതകളുടെ നടുവിൽ ജീവിക്കുന്നവർക്ക്, സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അമ്മേ ആശ്രയമായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമാതാവാം കന്യാമേരിയേ, സ്നേഹമോടോർത്തിടാം അൾത്താരയിൽ. കന്യാമേരീതൻ ദിവ്യവല്ലഭനേ, വിനയമോടു വാഴ്ത്തിടാം അൾത്താരയിൽ. ഭാരതത്തിൻ ശ്രീഹയാം മാർത്തോമാ, സാദരം ഞങ്ങൾ നിന്നെ വാഴ്ത്തിയിടുന്നു. സ്ത്രീഹന്മാരെ ധന്യരക്തസാക്ഷികളെ, ശാന്തി ഭൂവിനു കൈവരാൻ പ്രാർത്ഥിക്കണമേ. ഹൃദയടഞ്ഞവരാനന്ദ മഹിമയോടെ ദിവ്യസന്നിധിയാർന്നു കാൻ അണിഞ്ഞിടേണം. കാരുണ്യവാനായ ലോകരക്ഷകനേ, നിത്യശാന്തി അവർക്കു നീ നൽകിടേണം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യദൈവമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവാർത്തരിക്കൊണ്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു.
മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ചർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന അയോഗ്യനും പാപിയുമായ എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷേകമേറ്റുവാൻ നമ്മെ ശുദ്ധരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമീനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമേ, ആരാധ്യ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, മഹത്വമേറിയ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഏറ്റവും ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങൾ മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ കുറവന്മാരോടും ശ്രഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഓശാന ജയഗീതം പാടിടാം. ഓശാന സുരഗീതം നീട്ടിടാം. രാജാതിരാജൻ ഈശോനാഥൻ, ലോകത്തിന്റെ രക്ഷകനാഥൻ. രാജാതിരാജൻ ഈശോനാഥൻ, ലോകത്തിന്റെ രക്ഷകനാം നാഥൻ. ആർപ്പുകളോടെ ആഗതനാകും വിണ്ണിന്റെ നാഥന് ഓശാന പാടാം. കർത്താവെന്നും അവനല്ലോ. ഓശാന ജയഗീതം പാടിടാം. ഓശാന സുരഗീതം മീട്ടിടാം. ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തി രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ
വീണ്ടും ഞങ്ങൾ അർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും കുറച്ചുകൂടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരാക്കണമേ. ദൈവമാണ് ഞങ്ങളുടെ ആശ്രയം. ദൈവത്തെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞങ്ങൾ തിരിച്ചറിയുന്നു, ജീവിതത്തിൻ്റെ ഓരോ മണിക്കൂറുകളും കടന്നു പോകുമ്പോൾ അത് ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. ഓരോ നിമിഷവും ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകുന്നതാണ്. അത് അങ്ങയുടെ കരം പിടിച്ച് സങ്കടങ്ങളുടെയും സഹനങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കുന്ന അമ്മയായ വിശുദ്ധ എവുപ്രാസി അമ്മേ, സ്വർഗത്തിലെ ഈ സമയം ലോകമെമ്പാടും അമ്മയുടെ മാധ്യസ്ഥം തേടി ബലിയർപ്പിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന്, അവർ സമർപ്പിച്ച പ്രാർത്ഥനകളോട് ചേർന്ന് ഞങ്ങളും ചേർത്ത് വെച്ച നിയോഗങ്ങളെ ഈശോയിലേക്ക് അടുപ്പിച്ച് ആ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടം തരാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജയത്തിലേക്ക് ബലഹീനമായ മനുഷ്യപ്രകൃതി നീ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും. ജീവനുമിന്റെ സർവസവും മുൻപിലണച്ചു കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, ആഗോള സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയ്ക്കും മെത്രാപ്പൊലീത്തമാർ, മെത്രാന്മാർ, വൈദികർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, ആരോഗ്യ പ്രവർത്തകർ, രോഗി ശുശ്രൂഷയിലായിരിക്കുന്നവർ, നിയമപാലകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനും തിരുസന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും കർഷകരുമായ ഓരോ മനുഷ്യർക്കും ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി കരയുന്നവരും തെരുവുകളിലും കടത്തിണ്ണകളിലും ചേരുകളിലും അന്തിയുറങ്ങുന്നവരും മരുന്ന് വാങ്ങാൻ നിവർത്തിയില്ലാത്തവരും ആശുപത്രികളിൽ നിലവിളിക്കുന്നവരും ഓപ്പറേഷനുകൾക്ക് വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമാകുന്നവരും അതിൻ്റെ ഫലത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരും നിരീക്ഷണങ്ങളിലായിരിക്കുന്നവരും പകർച്ചവ്യാധിയുടെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന
ഓരോ ദേശത്തിനും അതിലെ കുടുംബങ്ങൾക്കും അതിൽ വസിക്കുന്നവർക്കും ഈ പകർച്ചവ്യാധിയിൽ മരണപ്പെട്ടു പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആത്മാക്കൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഇടവക സമൂഹത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്ത് ഈ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന അകലങ്ങളിലായിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബങ്ങൾക്കും വിവാഹ ജീവിതത്തെ സ്വപ്നം കാണുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജോലിക്ക് വേണ്ടി കരയുന്ന, ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്ന, വിദേശങ്ങളിലായിരിക്കുന്ന, വിദേശത്ത് പോകാൻ പേപ്പർ സംബന്ധമായ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന, ബിസിനസ് മേഖലകളിൽ തകർച്ചകളെ നേരിടുന്ന, കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഭവനങ്ങളുടെ നിർമ്മാണത്തിനായിരിക്കുന്ന കടബാധ്യതകളിലൂടെ കടന്നു പോകുന്ന, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ വിശുദ്ധീകരണത്തിനും അടുത്തും അകലങ്ങളിലും ഇരുന്ന് ഞങ്ങളോട് പ്രാർത്ഥന ചോദിക്കുന്ന എല്ലാവർക്കും, ഈ ഇടവകയിലെ ഓരോ കുടുംബങ്ങൾക്കും അതിൽ വസിക്കുന്ന സകലർക്കും, ഈ ദേശത്ത് വസിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും, ഏറ്റവും പ്രത്യേകമായി വിശുദ്ധ യൗപ്രാസ്യാമ്മയുടെ മാധ്യസ്ഥം തേടി ഈ ബലിയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ കണ്ണീരും നിറഞ്ഞ പ്രാർത്ഥനകളുടെ വിശുദ്ധീകരണത്തിനും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ. എന്റെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പൊറുതിക്ക്, പാപങ്ങളുടെ മോചനത്തിന് യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. കടങ്ങളുടെ പൊറുതിക്ക്, പാപങ്ങളുടെ മോചനത്തിന്, മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതാംഗം അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യമായി എന്റെ പാപങ്ങൾ മാച്ചുകളയണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അയോഗ്യരാകുന്നു, തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ളപ്പം ഞാനാകുന്നു. എന്നെ ഭക്ഷിക്കുന്ന ഒരുവനും മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവമേതാ നമ്മോടു കൂടെയിതാ ഈയൽ താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ നമ്മുടെ ദൈവമേതാ മരുഭൂമിൽ മന്ന പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി തന്റെ ജനത്തിനും ജീവനായി തീർന്നവൻ ഇന്നും വസിക്കുന്നീ കൂദാശയിൽ ഇന്നും വസിക്കുന്നീ കൂദാശയിൽ. ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഈ സമയം നമുക്കറിയാമല്ലോ, നമ്മുടെ ഹൃദയങ്ങളുടെ ഓരോ സ്പന്ദനങ്ങൾ, അതിൽ നമ്മൾ ചിന്തിച്ചതും ആലോചിച്ചതും ആ ഹൃദയത്തിൽ നിന്ന് വന്ന നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ അടുത്തുണ്ട്. ആരെയാണ് നമ്മൾ മുറിപ്പെടുത്തിയത്, ആരൊക്കെയാണ് നമ്മളെ മുറിപ്പെടുത്തിയത് തെളിഞ്ഞു വരുന്നുണ്ട്. എല്ലാം ഈ കുർബാനയിലേക്ക് ഒരിക്കൽ കൂടി ചേർത്ത് വെച്ച്
ഞങ്ങളുടെ ഓരോരുത്തരുടെ കൊച്ചു കടങ്ങളും പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോടെ വിശുദ്ധ ഉപ്രാസി അമ്മയുടെ കൈപിടിച്ച് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തനം ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. പരിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകദാ പരിശുദ്ധനാകുന്നു, ഏകോദരം പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭാമാതാവേ, നിന്റെ സന്താനങ്ങളുടെ അധരങ്ങൾ വഴി നീ മിശിഹായ്ക്ക് കൃതജ്ഞത അർപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ നിനക്ക് വേണ്ടി പീഡ അനുഭവിച്ചു. കേപ്പയാകുന്ന പാറമേൽ നിന്നെ പണിതുയർത്തി. നിന്നെ സംരക്ഷിക്കുവാൻ അജപാലകന്മാരെ നൽകി. തന്നെ നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ ഭക്ഷണം നിന്നിൽ സജ്ജീകരിക്കുകയും ചെയ്തു. മാലാഖമാരുടെ കൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യാന്തരകത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സഭാമാതാവിന്റെ മഹത്വീകരണത്തിൽ നമുക്ക് സന്തോഷിക്കാം. നവജീവനിലേക്ക് നയിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളിൽ പ്രത്യാശയോടെ നമുക്ക് പങ്കുകൊള്ളുകയും ചെയ്യാം. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. ഒന്നു വന്നാൽ മതി എന്നുള്ളിലീശോ, നിൻ സ്നേഹമൊന്നു രുചിച്ചറിയാൻ. ഒന്നലിഞ്ഞാൽ മതി എന്നുള്ളിലീശോ, ആത്മാവിനാനന്ദം നിറഞ്ഞൊഴുകാൻ. എന്നേശുവേ, എൻ ദൈവമേ, വന്നു വസിക്കണേ എന്റെ ഉള്ളിൽ. എന്നേശുവേ, എൻ സ്നേഹമേ, എന്നിലലിയണേ എന്നുമെന്നും. ഒന്നു തൊട്ടാൽ മതി എന്റെ പൊന്നീശോ, എൻ ദുഃഖങ്ങളെല്ലാം അകന്നു പോകാം. ഒന്നു തൊട്ടാൽ മതി എന്റെ പൊന്നീശോ, എൻ ദുഃഖങ്ങളെല്ലാം അകന്നു പോകാം. ഒരു വാക്കു മാത്രം അരുൾ ചെയ്താൽ മതി, ഒരു വാക്കു മാത്രം അരുൾ ചെയ്താൽ മതി, എന്നിലെ മുറിവുകൾ സൗഖ്യമാകുവാൻ. നിത്യപുരോഹിതനായ
ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു അർത്ഥം വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ ക്രൂശിക്കപ്പെട്ടവരെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയം പ്രദർശിപ്പിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവർ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവർ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇതിലൊരു ആനന്ദവും ആശ്വാസവും പരിത്യജ സൗഭാഗ്യത്തിന്റെയും മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ അങ്ങേ വൈദ്യരെയും വൈദ്യത്തിലെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ ആജ്ഞയമറിയമേ, വൈദികർക്ക് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കൃതജ്ഞതാ പ്രാർത്ഥനകൾ. സർവശക്തനും നിത്യം ജീവിക്കുന്നവനുമായ ദൈവമേ, വിശുദ്ധിയിൽ അങ്ങയുടെ കൃപാവരത്തിന്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ ശരീര രക്തങ്ങളാൽ ഞങ്ങൾ ധന്യരാക്കിയ കാരുണ്യാദ്രകത്തിന് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഉദ്ധാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന വിശുദ്ധരോടുകൂടി സഭയിൽ നിന്നെ പ്രകീർത്തിക്കുവാൻ ഈ കുർബാനയിലൂടെ നീ ഞങ്ങളെ യോഗ്യരാക്കി. അനന്തമായ സ്നേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ എന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യം മാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാ അവനെ ഞാൻ അന്തിമ ദിവസം ഉയിർപ്പിക്കും. നിത്യായുസ്സവ ഏകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ ഈ ബലിയിൽ പങ്കാളികളാ അഖിലർക്കും ദൈവം കനിവാൻ അരുളട്ടെ. ദിവ്യാനുഗ്രഹം എന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാ ദാനങ്ങൾ നൽകിയ അനുഗ്രഹം അരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും.
നൽകും ദൈവികമാ ശുദ്ധിയേഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ കർത്താവിന്റെ കൽപ്പനമേ സ്തുതി. അങ്ങ് അർപ്പിച്ച ഈ കുർബാന കടങ്ങൾ പ്രതിയും പാവങ്ങളെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ